ഹലോ ഗായ്സ്, നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള ബിരിയാണി റൈസ് ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. കുക്കർ വെക്കാം. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, കറയാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, കുരുമുളക്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 വലിയ സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുതിർത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി ഒന്ന് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിലടിച്ച് വേവിക്കാം കേട്ടോ. ഒരു ഫുൾ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.